നമസ്കാരം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിൽ വനത്തിനുള്ളിൽ കഞ്ചാവ് തോട്ടം. പാടവയലിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെ വനത്തിൽ 30 തടങ്ങളിലായി 400-ലേറെ വരുന്ന കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം വെട്ടിനശിപ്പിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ പരിശോധന ശക്തമാക്കി. RPF-ഉം എക്സൈസും ജാഗ്രത പുലർത്തുന്നത് ലഹരികടത്ത് വ്യാപകമായ സാഹചര്യത്തിൽ. മാരക മയക്കുമരുന്നായ MDMA-യുമായി പട്ടാമ്പിയിൽ യുവാവ് അറസ്റ്റിൽ. 1000 മില്ലിഗ്രാം MDMA പിടിച്ചെടുത്തു. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശി പുലാക്കൽ വീട്ടിൽ ഹാരിസ്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ നെല്ലറക്കാട് പറക്കാട് പ്രദേശത്ത് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി പ്രവർത്തിക്കുന്ന ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ക്വാറിക്ക് മുന്നിൽ ജനപ്രതിനിധികളുടെയും സമരസമിതിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. പ്രദേശത്തെ 500ഓളം കുടുംബങ്ങൾക്കാണ് ക്വാറിയുടെ പ്രവർത്തനത്തെ തുടർന്ന് ഭീഷണിയാവുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിനെ തകർച്ചയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് ആരോപിച്ച് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നിർമ്മാണം പൂർത്തിയായ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബസ് ടെർമിനൽ ഉദ്ഘാടനം നഗരസഭ ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്നാരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിലേക്ക് നാഷണൽ ജനതാദൾ പ്രതിഷേധ മാർച്ച് നടത്തി. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമെന്ന CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കേരളത്തിലാകെ ഇടതുമുന്നണിക്കെതിരെയാണ് ജനവിധിയെന്നും തൃശൂരിൽ മാത്രം അത് BJPക്ക് അനുകൂലമായി വന്നത് എങ്ങനെയെന്നതാണ് പ്രശ്നമെന്നും വത്സരാജ്. തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി. തൃശൂരിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഇടത് സ്ഥാനാർത്ഥിയുടെ തോൽവിക്കിടയാക്കിയെന്നും KK വത്സരാജ്. K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തുടർച്ചയായി 3-ാം ദിവസവും തൃശൂർ DCC ഓഫീസിന് മുന്നിൽ നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണം. മങ്കര കാളികാവ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റെയിൽവേ മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി. 31.63 ലക്ഷം രൂപ ചെലവിലാണ് മേൽപ്പാല നിർമ്മാണം പൂർത്തീകരിക്കുക. മേൽപ്പാല നിർമ്മാണത്തിന് റെയിൽവേ മന്ത്രാലയം സാമ്പത്തികാനുമതി നൽകിയതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മങ്കര കാളികാവ് പാലക്കാട് റൂട്ടിലെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാവുന്നത്. തൃശൂർ പൂവത്തൂരിൽ ഇരുചക്രവാഹനവും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 19-കാരന് ദാരുണാന്ത്യം. പൂവത്തൂർ സ്വദേശി മുഹമ്മദ് അബുവിന്റെ മകൻ സഫറാണ് മരിച്ചത്. വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്രവാഹനം സ്വകാര്യ ബസ്സിനിടയിൽ പെടുകയായിരുന്നു. പറളി സ്വദേശി സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ചു. പറളി കടവത്ത് വീട്ടിൽ KM ഹനീഫയുടെ മകൻ 37 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. അട്ടപ്പാടിയിൽ വനത്തിനുള്ളിൽ കഞ്ചാവ് തോട്ടം. കഞ്ചാവ് കൃഷി എക്സൈസ് സംഘം വെട്ടിനശിപ്പിച്ചു. പാടവയലിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെയാണ് വനത്തിൽ 30 തടങ്ങളിലായി 400-ലേറെ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. അട്ടപ്പാടി മുരുകള വനമേഖലയിലാണ് സംഭവം. 6 മാസത്തോളം പ്രായമുള്ള കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. വിപണിയിൽ 8 ലക്ഷത്തിലധികം വില വരുന്ന ചെടികളാണെന്ന് എക്സൈസ് പറഞ്ഞു. അകളി റേഞ്ച് എക്സൈസും വനം വകുപ്പും ചേർന്നാണ് മുരുകള ഊരിലെ ഉൾവനത്തിൽ കഞ്ചാവ് കൃഷി കണ്ടെത്തിയത്. സാമ്പിൾ എടുത്ത ശേഷം തോട്ടം വെട്ടിനശിപ്പിച്ചു. സംഭവത്തിൽ എക്സൈസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനങ്ങനടി പഞ്ചായത്തിലെ പാവുക്കോണം 11-ാം വാർഡിൽ നെല്ലറക്കാട് പറക്കാട് പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി പ്രവർത്തിക്കുന്ന ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെയും സമരസമിതിയുടെയും നേതൃത്വത്തിൽ ക്വാറിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. 500ഓളം കുടുംബങ്ങൾക്കാണ് ഈ ക്വാറിയുടെ പ്രവർത്തനത്തെ തുടർന്ന് ഭീഷണിയാവുന്നത്. ഈ ക്വാറി ഇന്ന് കാണുന്ന രൂപത്തിന് മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിന് വലിയ പ്രശ്നങ്ങളിലേക്ക് അത് എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ വാർഡിൽ ഭാഗികമായി പ്രവർത്തിക്കുന്ന ചില ക്വാറികളുണ്ട്. ചിലതൊക്കെ അടുത്ത കാലത്ത് നിന്നിട്ടുണ്ട്. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് ക്വാറി പ്രവർത്തിച്ച ഒരു പ്രദേശമാണ് പാവക്കോണം. ഒരുപക്ഷെ കൂടുതൽ മലകളുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടുതൽ ആളുകൾ അതിനു വേണ്ടി ഇങ്ങോട്ട് വരികയാണ്. പക്ഷെ നമുക്കത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം ഏത് കാര്യവും ഒരു നിയന്ത്രണത്തിന് വിധേയമല്ലാതെ പോയാൽ 500ഓളം കുടുംബങ്ങൾക്കാണ് ഈ ക്വാറിയുടെ പ്രവർത്തനത്തെ തുടർന്ന് ഭീഷണിയാവുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന ക്വാറിക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിച്ചുവെങ്കിലും K-ഷിഫ്റ്റ് സംവിധാനത്തിലൂടെ പ്രവർത്തനാനുമതി നേടിയെടുക്കുകയായിരുന്നു. പ്രതിഷേധ ധർണയിൽ അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ അധ്യക്ഷനായി. സമരസമിതി ചെയർമാൻ TK മുഹമ്മദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിത, സ്ഥിരം സമിതി ചെയർമാൻമാരായ CP ശശി, K. റഫീഖ്, CP വനജ,
ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TM അസീന, ശൈലജ, പഞ്ചായത്ത് അംഗങ്ങളായ CK രമ, K സുലൈഖ, K പ്രമീള, P ഉണ്ണിയാൻകുട്ടി, K സ്മിത, VK സ്മിത, MA മുഹമ്മദ് റിയാസ്, VP ജുമൈലത്ത്, കൺവീനർ TP അബു സ്വാലിഹ് തുടങ്ങിയവർ സംസാരിച്ചു. ക്വാറിക്കായി അനുമതി നൽകിയ വിവിധ വകുപ്പുകൾ പുനർപഠനം നടത്താൻ തയ്യാറാവണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. പാരിസ്ഥിതിക പഠനങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സ്ഥലത്താണ് ക്വാറിയുടെ പ്രവർത്തനം. ഇത് പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം കുടിവെള്ളത്തിനും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും ഉൾപ്പെടെ വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിച്ചേർത്ത് സംയുക്ത സമരസമിതി രൂപീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. നിർമ്മാണം പൂർത്തിയായ പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡ് ബസ് ടെർമിനൽ ഉദ്ഘാടനം ബോധപൂർവ്വം വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിലേക്ക് നാഷണൽ ജനതാദൾ പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനലിന്റെ ഉദ്ഘാടനം നഗരസഭ രാഷ്ട്രീയ ലാഭത്തിനായി വൈകിപ്പിക്കുകയാണെന്ന് നാഷണൽ ജനതാദൾ ആരോപിച്ചു. സ്റ്റാൻഡിൽ നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് ജനദ്രോഹ നടപടിയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് കുറ്റപ്പെടുത്തി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, നഗരസഭാ ബസ് സ്റ്റാൻഡ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ കുറെ ദിവസങ്ങൾ ഈ മുനിസിപ്പൽ ഓഫീസുമായി ഞങ്ങളുടെ പ്രവർത്തകന്മാർ വരികയും നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിന് യാതൊരുവിധ പരിഗണനയും നൽകാതെ അവരെ അപമാനിച്ച് തിരിച്ചയക്കുന്ന പരിപാടിയാണ് ഈ നഗരസഭയിലുള്ള അധികൃതർ നടത്തിയിട്ടുള്ളത്. മാത്രമാണോ, നിരവധി പോലീസ് കേസുകൾ ഇതിന്റെ ഫലമായി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായ 2019 മെയ് മുതൽ തുടർച്ചയായ 165 ദിവസം സമരം നടത്തിയതിന്റെ ഫലമായി ഈ സമരത്തിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു. എന്നിട്ടും ഈ നമ്മുടെ പാലക്കാട് നഗരസഭാ സമിതിക്ക് പണമില്ലാത്തതിന്റെ കുറവുണ്ടായിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സുഗതൻ, വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിലെ തോൽവിക്ക് ഭരണവിരുദ്ധ വികാരവും കാരണമായിട്ടുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ തോൽവിക്കിടയാക്കി. പരാജയത്തെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്നും KK വത്സരാജ് പറഞ്ഞു. കേരളത്തിലാകെ ഇടതുമുന്നണിക്കെതിരെയാണ് ജനവിധി വന്നത്. തൃശൂരിൽ BJPക്ക് അനുകൂലമായി ജനവിധി വന്നു എന്നതാണ് പ്രശ്നം. മറ്റെല്ലായിടത്തും കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് എങ്ങനെ വോട്ട് വർദ്ധിച്ചു എന്നതാണ് പരിശോധിക്കുന്നത്. ഇടതുപക്ഷം ഡീൽ നടത്തിയെന്ന് ആരോപിക്കുന്ന കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയെന്ന് വത്സരാജ് ചോദിച്ചു. CPIയും CPMും ആഭ്യന്തരമായി തന്നെ അന്വേഷണം നടത്തും. തൃശൂരിലെ തോൽവിക്ക് സംസ്ഥാന ഭരണത്തിനെതിരായ വികാരം കാരണമായിട്ടുണ്ട്. മണ്ഡലത്തിൽ LDF ജയിക്കുമെന്ന് തന്നെയായിരുന്നു വിശ്വാസം. പക്ഷേ പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ലെന്ന് വത്സരാജ് പറഞ്ഞു. കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട്. കരുവന്നൂർ വിഷയം നിസ്സാരമായല്ല എടുത്തിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ബാക്കി എല്ലാ മണ്ഡലത്തിലും കോൺഗ്രസും UDF വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ തൃശ്ശൂരിൽ NDAക്ക് വേണ്ടി സുരേഷ് ഗോപി വോട്ട് വർദ്ധിക്കുന്ന സാഹചര്യം അത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ കരുവന്നൂർ വിഷയം ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങളും ഇതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും തന്നെയാണ് കരുതുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശദമായ ഒരു പരിശോധന നടത്തിയാലാണ് നമുക്ക് എങ്ങനെയാണ്, എവിടെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയുക. അതുൾപ്പെടെ ഉണ്ടാവും. പക്ഷെ കരുവന്നൂരിന് അങ്ങനെ നിസ്സാരമായിട്ട് അല്ല എടുത്തിരിക്കുന്നത്. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമാണെന്നും വത്സരാജ് പറഞ്ഞു. അന്വേഷിക്ക് അതിനെക്കുറിച്ച് ഗൗരവതരമായിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നല്ലേ പറഞ്ഞത്. ആ പരിശോധന ഞങ്ങൾ നടത്തി അതിന്റെ കാര്യകാരണങ്ങൾ കണ്ടെത്തും. എന്നിട്ട് ഞങ്ങളുടെ ഭാഗത്ത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. ഐക്യമുന്നണി എന്ന രീതിയിൽ ഇടതു മുന്നണി കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇടതു മുന്നണി കറക്റ്റ് ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തുടർച്ചയായി മൂന്നാം ദിവസവും DCC ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോസ്റ്റർ. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണമുണ്ട്. തൃശൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയം വൻ പൊട്ടിത്തെറിയിലാണെന്ന വ്യക്തമായ സൂചനകളുമായാണ് തുടർച്ചയായ മൂന്നാം ദിവസവും DCC ഓഫീസിനു മുന്നിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അനിൽ അക്കര, MP വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയാണ് വെള്ളിയാഴ്ച പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണമുണ്ട്.
കെ മുരളീധരൻ്റെ പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും അനിൽ അക്കര മുക്കിയെന്ന് പോസ്റ്ററിൽ പരാമർശിക്കുന്നു. പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച MP വിൻസെൻ്റ് ഒറ്റുകാരനാണെന്ന് പോസ്റ്ററിൽ കുറ്റപ്പെടുത്തലുണ്ട്. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും സേവ് കോൺഗ്രസിൻ്റെ പേരിൽ ആവശ്യപ്പെടുന്നു. തുടർച്ചയായ 3-ാം ദിവസമാണ് തൃശൂർ DCCക്ക് മുന്നിൽ പോസ്റ്റർ പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കാളികാവ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. 31,63 ലക്ഷം രൂപ ചെലവിലാണ് മേൽപ്പാലം നിർമ്മാണം പൂർത്തീകരിക്കുക. പൂർണ്ണമായും റെയിൽവേയുടെ ചിലവിലാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത്. മങ്കര ഉൾപ്പെടെ 6 റെയിൽവേ മേൽപ്പാലങ്ങൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഇതിനായി 15ഓളം ഉടമകളുടെ പക്കൽ നിന്നും ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക സർവേ പൂർത്തിയായി. 2 മാസം മുൻപ് റെയിൽവേയുടെ നേതൃത്വത്തിൽ നിർമ്മാണത്തിന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതല്ലാതെ തുടർ നടപടികളായിട്ടില്ലെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം STV വാർത്ത നൽകിയിരുന്നു. വരും ദിവസങ്ങളിൽ സ്ഥലമുടമകളുമായി ചർച്ച നടത്തി ഭൂമിയുടെ വില നൽകാനാണ് അധികൃതരുടെ നീക്കം. ഉടമകളുടെ കൺസെന്റ് ലഭിച്ചാൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വൈകാതെ ആരംഭിക്കും. നൂറ്റാണ്ടുകളായി മങ്കര കാളികാവ് പാലക്കാട് റൂട്ടിലെ വാഹനയാത്ര ദുരിതമായിരുന്നു. കാളികാവ് റെയിൽവേ ഗേറ്റിൽ വാഹനങ്ങൾ 1/4 മണിക്കൂറോളം നിർത്തിയിടേണ്ട അവസ്ഥയാണ്. പാലം വരുന്നതോടെ വാഹനയാത്രക്കാരുടെ കാലങ്ങളായുള്ള ദുരിതമാണ് മാറിക്കിട്ടുക. പാലക്കാട് കോങ്ങാട് മണ്ഡലം മങ്കര പഞ്ചായത്തിലെ റെയിൽവേ ഗേറ്റ് അവിടെ മേൽപ്പാലം റെയിൽവേ ഫണ്ട് അനുവദിച്ചതിൽ വളരെ സന്തോഷം. ഇവിടെ കുറേ കാലമായി ട്രാഫിക് ജാമായിട്ടും ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നുണ്ട്. ഇത്രയും വേഗം ഈ മേൽപ്പാലം വരുന്നതിന് സന്തോഷപൂർവ്വം അറിയിച്ചു. റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കണമെന്നും കാലതാമസമില്ലാതെ മേൽപ്പാല നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA റെയിൽവേയോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറ്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കല്ലേറ് ഉണ്ടായത്. കല്ലെറിഞ്ഞയാൾ പിടിയിലായ ആൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായി സൂചന. കല്ലേറിൽ 2 കോച്ചുകളുടെ ചില്ല് പൊട്ടി. ഇരുചക്രവാഹനവും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 19കാരന് ദാരുണാന്ത്യം. രാവിലെ 10 മണിയോടെ പൂവത്തൂർ പറപ്പൂർ റോഡിൽ പാങ്ങ് പെരിങ്ങോട്ട് വെച്ചായിരുന്നു അപകടം. പൂവത്തൂർ സ്വദേശി മുഹമ്മദ് അബുവിന്റെ മകൻ സഫറാണ് മരിച്ചത്. വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്രവാഹനം സ്വകാര്യ ബസ്സിനിടയിൽ പെടുകയായിരുന്നു. മാരക മയക്കുമരുന്നായ MDMAയുമായി പട്ടാമ്പിയിൽ യുവാവ് അറസ്റ്റിൽ. കീഴായൂർ സ്വദേശി പുലാക്കൽ വീട്ടിൽ ഹാരിസ് ആണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കൊണ്ടൂർക്കരയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. 1000 മില്ലിഗ്രാം MDMA പ്രതിയിൽ നിന്നും പിടികൂടി. SHO MB ഷൈജുവിന്റെ നേതൃത്വത്തിൽ SI പ്രിയൻ, SCP E ജയകുമാർ, ബിജു, രഞ്ജിത്ത്, അൻവർ സാദത്ത് എന്നിവരടങ്ങിയ സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മുഹമ്മദ് മുഹ്സിൻ MLA അനുവദിച്ച പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. മുഹമ്മദ് മുഹ്സിൻ MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട പരിമിതി ഫീൽഡ് തലത്തിൽ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്ത്. ഫീൽഡ് തലത്തിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഡെങ്കി ആദ്യം വന്നാൽ ഇവിടെ ആയിരിക്കും, മറ്റു പലതും വന്നാൽ ഇവിടെ വരികയാണ്. അപ്പോൾ ഫീൽഡ് തലത്തിൽ ആ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമാക്കുന്നതിന് തടസ്സമായിട്ടുള്ളത് പഴയ വണ്ടി കണ്ടം ചെയ്തതിൻ്റെ ഭാഗമായി വാഹനമില്ല. അതുകൊണ്ട് ഫീൽഡിൽ പ്രവർത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞു. മുഹമ്മദ് മുഹ്സിൻ MLAയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചാണ് ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പുതിയ വാഹനം നൽകിയത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജലജ ശശികുമാർ, പ്രിയ പ്രശാന്ത്, പുഷ്പലത, മെമ്പർമാരായ ദിവ്യ K അശോകൻ, മുഹമ്മദ് അലി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ആരോഗ്യ പ്രവർത്തകർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് മെഡിക്കൽ കോളേജിനെ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ. മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ
അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. അധ്യാപകരുടേതുൾപ്പെടെയുള്ള നിയമനങ്ങൾ കരാർവൽക്കരിച്ചത് പ്രതിസന്ധിയുണ്ടാക്കി. കോഴ്സുകൾക്കൊപ്പം ആരംഭിക്കേണ്ട നഴ്സിംഗ്, പാരാമെഡിക്കൽ തുടങ്ങിയ കോഴ്സുകളും കിടത്തി ചികിത്സയും ആരംഭിച്ചിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ലാത്ത ജില്ലാ ആശുപത്രിയിലാണ് മെഡിക്കൽ കോളേജിന്റെ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. എല്ലാവിധത്തിലും വെച്ചുപുലർത്തുന്ന അവഗണന സർക്കാർ അവസാനിപ്പിക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ആവശ്യപ്പെട്ടു. ബഹുമാന്യായ ജില്ലാ കളക്ടറുടെ കീഴിലുള്ള നിർമ്മിതി കേന്ദ്രത്തിന് 2021 25 ലക്ഷം രൂപ ലാഭം നിർമ്മിക്കുന്നതിന് നൽകിയിട്ട് നാളിതുവരെയായ ആ ഫയൽ അവിടെ ഉറങ്ങിക്കിടക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു നടപടിയും സ്വീകരിക്കുവാൻ നിർമ്മിതി കേന്ദ്രം, ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ ദുഃഖത്തോടുകൂടി പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ബഹുമാന്യായ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിട്ടുണ്ട്. ഒരു ഡോക്ടർ കൂടിയായ ജില്ലാ കളക്ടർ ഈ കാര്യങ്ങൾ മനസ്സിലാകും. കാരണം കോളേജിന്റെ കാര്യത്തിൽ നല്ല താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കളക്ടറാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായും ഈ കാര്യത്തിൽ നിർമ്മിതി കേന്ദ്രത്തിന് വർക്ക് കൊടുക്കുവാനുള്ള കാരണം കാലതാമസം ഒഴിവാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് എത്രയും വേഗം ലാബിന്റെ സൗകര്യങ്ങൾ ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി കൊടുത്തത് ഇപ്പോഴും നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ്. വൈസ് പ്രസിഡന്റ് രാജൻ ബാബു അധ്യക്ഷത വഹിച്ചു. എം ശശി, പി ഷൺമുഖൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത്, എ കെ ബിന്ദു, ജിത, ധനഞ്ജയൻ, പ്രകാശൻ, വേണു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പരിചരണം നൽകിവരുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ചടങ്ങിൽ പാലിയേറ്റീവ് രോഗികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നിലവിൽ ഒരു മാസം 16 ഹോം കെയറുകളാണ് നിലവിൽ നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ 20 ഹോം കെയറുകളായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 20 ഹോം കെയർ കൃത്യമായി നമുക്ക് ആളുകളിലേക്ക് എത്താൻ സാധിക്കുന്നത് അതിന് പാലിയേറ്റീവ് നേഴ്സും അതുപോലെ തന്നെ ആശാപ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും സാധിക്കും. അതുപോലെ തന്നെ എല്ലാം പാലിയേറ്റീവ് നേഴ്സ് മാത്രമല്ല, അതായത് ആയുർവേദ, ഹോമിയോ, അലോപ്പതി ഉൾപ്പെടെ എല്ലാ ഡോക്ടർമാരുടെയും സേവനം നമുക്ക് ആ പാലിയേറ്റീവിൽ പരമാവധി ഉൾപ്പെടുത്താനൊക്കെ ശ്രമിക്കാറുണ്ട്. വൈസ് പ്രസിഡന്റ് സ്വാമിനാഥൻ അധ്യക്ഷനായി. എ കെ ജയശ്രീ, ഹുസൈൻ, ഷഫീഖ് എന്നിവർ സംസാരിച്ചു. മെമ്പർമാരായ ഷിഹാബ്, പ്രീത, സുമ, ഷഫീന, നജീബ്, സുജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മെഡിക്കൽ ഓഫീസർ പി കെ ഷബീബ് സ്വാഗതവും പാലിയേറ്റീവ് നഴ്സ് രജിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വഴിയില്ലാത്തതുമൂലം നെൽകൃഷി ചെയ്യാനാകാതെ ഒരു കൂട്ടം കർഷകർ. വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിലെ പള്ളം പാടശേഖരത്തിലുള്ള 10ഓളം കർഷകരാണ് കൃഷിസ്ഥലത്തേക്കുള്ള വഴിയില്ലാത്തതുമൂലം കൃഷി ആവശ്യങ്ങൾക്കുള്ള യന്ത്രസാമഗ്രികൾ കൊണ്ടുവരാൻ സാധിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നേരത്തെ പാടശേഖരത്തിലേക്ക് കൃഷിക്കാവശ്യമായ സാമഗ്രികൾ കൊണ്ടുവരുന്നതിനും പോകുന്നതിനും ഉണ്ടായിരുന്ന റോഡ് ഇരുവശവും സ്വകാര്യ വ്യക്തികൾ വീട് നിർമ്മിച്ചതോടെയാണ് കൃഷിസ്ഥലത്തേക്ക് വണ്ടി ഇറങ്ങാൻ വഴിയില്ലാതായത്. ഒരു ഭാഗത്ത് പുഴയും മറ്റു 3 ഭാഗങ്ങളിൽ പുഴയിലേക്കെത്തുന്ന തോടുമുള്ള സ്ഥലമാണിവിടം. കൃഷിസ്ഥലത്തേക്ക് കിടക്കുന്നതിനു വേണ്ടി ഒരു നടപ്പാലം മാത്രമാണുള്ളത്. ഇതിലൂടെ തലച്ചുമടായും മറ്റും ചെറിയ കൃഷിക്കാവശ്യമായ സാമഗ്രികൾ മാത്രം എത്തിച്ചാണ് കർഷകർ വർഷങ്ങളായി പച്ചക്കറിയും വാഴയും മറ്റ് കൃഷികളും ചെയ്യുന്നത്. നിലവിലെ നടപ്പാലം പോലും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലാണ്. ഈ നടപ്പാലം പുനർനിർമ്മിച്ച് കൃഷിസ്ഥലത്തേക്ക് ആവശ്യമായ വാഹന സൗകര്യം ഏർപ്പാടാക്കണം എന്നതാണ് കൃഷിക്കാരുടെ ആവശ്യം. 20 ഏക്കറോളം കൃഷിസ്ഥലമാണ് വണ്ടി ഇറങ്ങാൻ കഴിയാത്തത് മൂലം നെൽകൃഷി ചെയ്യാനാവാതെ കിടക്കുന്നത്. പഞ്ചായത്തിൽ പണിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ ഇങ്ങനെ പണിയാന്ന് പറയുന്നില്ലാതെ പണിയുന്നില്ല. അത് ഉടനെ ഞങ്ങൾക്ക് പണി കിട്ടണം, ഞങ്ങൾക്ക് നടക്കാൻ വഴിയില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഉടനെ അത് പണി കിട്ടും, പണി തരണം. ഇപ്പോൾ വർഷക്കാലമാണ്, ഇപ്പോൾ പണിയില്ല, അടുത്ത് ഭയങ്കര പണിയെന്ന് പറയും. അതാണ് പറയാനുണ്ടായില്ല. പഞ്ചായത്തിൽ പണിയായെന്ന് രണ്ടരൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പലയിടങ്ങളും ഇപ്പോഴും തരിശായി കിടക്കുകയാണ്. 10 വർഷത്തിലേറെയായി പഞ്ചായത്തിലും മറ്റു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലും കൃഷി ഓഫീസുകളിലും കർഷകർ കയറിയിറങ്ങിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 വർഷം മുൻപാണ് പഞ്ചായത്ത് കർഷകരുടെ പരാതി സ്വീകരിച്ചത്. എന്നാൽ നിലവിലെ നടപ്പാത പുനർനിർമ്മിക്കാൻ മാത്രമാണ് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചത്.
ഇതുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറില്ലെന്ന് കർഷകർ പറഞ്ഞതോടെ ആ പ്രവൃത്തിയും നടക്കാതെയായി. അടുത്ത സാമ്പത്തിക വർഷത്തിലെങ്കിലും പുതിയ പാലത്തിനായി ഫണ്ട് നീക്കിയിരുത്താമെന്നാണ് പഞ്ചായത്ത് അംഗം കർഷകരോട് പറയുന്നത്. നെൽകൃഷി ചെയ്യാൻ താൽപ്പര്യമുണ്ടായിട്ടും സാഹചര്യങ്ങൾ ഇല്ലാത്തതുമൂലം കൃഷി ചെയ്യാനാകാതെ ഈ കർഷകർ ഇന്നും ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ്. കൊല്ലം പാലക്കലിൽപ്പെട്ട സ്ഥലമാണ്. ഒന്നാം വാർഡിലാണെങ്കിൽ കൃഷിഭൂമി കൃഷി ചെയ്യുന്നത്. 15 ഏക്കറോളം കൃഷിഭൂമിയുണ്ട്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് 3 കോടി കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ പച്ചക്കറി മറ്റും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ സാധനങ്ങൾ എത്തിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ റോഡിലേക്ക് എത്തിക്കുന്നത്. പിന്നെ മിനിസ്റ്റർക്കും പഞ്ചായത്തിനും കളക്ടർക്കും എല്ലാം ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരു മറുപടി ഉണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്ത് അതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതേപോലെ ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള NGO യൂണിയൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ട് ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി NGO യൂണിയൻ നടത്തുന്ന മാലിന്യമുക്തം നവകേരളം എന്ന പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. ശിവദാസ് സംസാരിച്ചു. MS സജീവ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MV സുജേഷ് സ്വാഗതവും KK മണികണ്ഠൻ നന്ദിയും പറഞ്ഞു. M. സുമ, B. സുരേഷ്, KS നാരായണൻകുട്ടി, A. രജിത, K. രാധാകൃഷ്ണൻ, C. രാജൻ, V. രവീന്ദ്രൻ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മുഹമ്മദ് മുഹ്സിൻ MLA പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. മുഹമ്മദ് മുഹ്സിൻ MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ഡലത്തിൽ ആരോഗ്യ പ്രവർത്തനങ്ങളുടെ റിവ്യൂ നടക്കുന്ന ഘട്ടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് വാഹനമില്ലാത്തത് കൊണ്ടാണ്. പഴയ വാഹനം കണ്ടം ചെയ്തതിൻ്റെ ഭാഗമായി വാഹനമില്ലാത്തതുകൊണ്ട് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ MLA ഫണ്ടിൽ വാഹനം അനുവദിക്കാം എന്ന് പറഞ്ഞു. ചില പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കാരണം നേരിട്ട് വാഹനം അനുവദിക്കുന്നതിന് മൊബൈൽ ഡിസ്പെൻസറി പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ മുഖ്യ അതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, TK ഷുക്കൂർ, സോമൻ, ഹനീഫ കൊപ്പം, P. സുന്ദരൻ, കരുണാകരൻ, ഭാസ്കരൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ശക്തമാക്കി. അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ ലഹരി വസ്തുക്കൾ വ്യാപകമായി കേരളത്തിലെത്തുന്നത് തടയാനാണ് പരിശോധന ശക്തമാക്കിയത്. എക്സൈസ്, റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ആൻഡ് RPF ടീം എന്നിവയുടെ നേതൃത്വത്തിലാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ശക്തമായ പരിശോധന നടത്തുന്നത്. അന്തർ സംസ്ഥാന ട്രെയിനുകളിലാണ് പ്രധാനമായും പരിശോധന. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും കടത്തിക്കൊണ്ടുവരുന്നത് തടയുന്നതിന് പ്രത്യേക സംഘങ്ങളായി നിരീക്ഷണവും ശക്തമാക്കി. പരിശോധനയിൽ അടുത്ത ദിവസങ്ങളിലായി ബീഹാർ സ്വദേശിയായ രാഹുൽ 5 കിലോ കഞ്ചാവുമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിക്കപ്പെട്ടിരുന്നു. കാട്ടൂർ സ്വദേശി അജിത്തിനെ വെള്ളിയാഴ്ച 4.25 കിലോ കഞ്ചാവുമായി സംയുക്ത ടീം പിടികൂടി. ട്രെയിൻ മാർഗം വിശാഖപട്ടണത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണ് കഞ്ചാവ്. പരിശോധനയ്ക്ക് എക്സൈസ് ഇൻസ്പെക്ടർ സജിത്ത്, RPF ഇൻസ്പെക്ടർ ഷമീർ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ടീം ഓഫീസർമാരായ പ്രൈസ് മാത്യു, ഫിലിപ്സ് ജോൺ, സിജോ സേവിയർ, ജോസ്, വിപിൻ, ജിസ്മി ജോൺ, എക്സൈസ് ടീം അംഗങ്ങളായ കിഷോർ, മോഹനൻ, ശിവൻ, വിശാൽ, ഇർഷാദ്, ബിജു, ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായി അയ്യപ്പങ്കാവ് ക്ഷേത്ര മൈതാനിയിലും ക്ഷേത്ര പരിസരങ്ങളിലും നക്ഷത്രവനം പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ് നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കുന്ന തരത്തിൽ മനുഷ്യൻ്റെ പ്രവർത്തികൾ മാറിയപ്പോൾ പ്രകൃതി പ്രതികരിക്കാൻ തുടങ്ങി എന്നതാണ് നമുക്ക് ഈ 2018 പ്രളയവും 2019 പ്രളയവും. ഇപ്പോൾ നമ്മൾ കടുത്ത മരങ്ങളുടെ ഇല്ലായ്മകൾ കൊണ്ട് നമ്മുടെയൊക്കെ സംസ്ഥാനങ്ങളിൽ നമ്മുടെയൊക്കെ രാജ്യത്ത് നേരിടുന്ന
കടുത്ത ചൂട്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓസോൺ പാളിയിലുണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ ഭാഗമായി നാം നേരിടുന്ന കടുത്ത വേനൽ ചൂടൊക്കെ പ്രകൃതിയിലുണ്ടാകുന്ന ദുരിതങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെയൊക്കെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്ത് ധാരാളം ഫലവൃക്ഷത്തൈകൾ അല്ലെങ്കിൽ പല മരങ്ങൾ നട്ടുപിടിപ്പിച്ചേ മതിയാവൂ. കോട്ടായി ചമ്പ്രക്കുളം അയ്യപ്പൻകാവ് ക്ഷേത്രമൈതാനിയിലും പരിസരങ്ങളിലും മലബാർ ദേവസ്വം നക്ഷത്രവനം പദ്ധതിയുടെ ഭാഗമായി വൈവിധ്യ വൃക്ഷത്തൈകൾ നട്ടു. ചമ്പ്രക്കുളം അയ്യപ്പൻകാവ് ട്രസ്റ്റ് ബോർഡിൻ്റെയും കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് വൃക്ഷത്തൈ നടലും ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തത്. ചടങ്ങിൽ ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ, ക്ഷേത്ര കമ്മിറ്റി ജീവനക്കാർ തുടങ്ങിയവർക്ക് പുറമെ നിരവധി ഭക്തരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി സ്വദേശി സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ചു. പറളി കടവത്ത് വീട്ടിൽ KM ഹനീഫയുടെ മകൻ 37 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. നൌഫലിന്റെ മൃതദേഹം സൗദിയിൽ ഖബറടക്കും. വ്യാഴാഴ്ച സൗദി സമയം രാവിലെ 10 മണിക്കും ഇന്ത്യൻ സമയം ഏകദേശം 12:30യോടെയുമാണ് അപകടം നടന്നത്. ഡ്രൈവറായ നൌഫൽ ഓടിക്കുന്ന ട്രക്ക് ജിദ്ദയിൽ നിന്ന് റിയാദിലേക്ക് പോകുമ്പോൾ ഫർഷ എന്ന സ്ഥലത്ത് പാതയോരത്ത് നിർത്തിയിട്ട മറ്റൊരു ട്രക്കിൻ്റെ പിന്നിലിടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. നൌഫൽ ഓടിച്ച ട്രക്കിൻ്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിലാണ് നൌഫൽ അവസാനമായി നാട്ടിലെത്തിയത്. നൌഫലിൻ്റെ മൃതദേഹം സൗദിയിൽ ഖബറടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂരിൽ യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തത് 4 സെന്റിമീറ്റർ നീളമുള്ള കല്ല്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. വായിൽ വേദനയും പഴുപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് 46-കാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ല് കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. 1.5 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് കല്ല് പുറത്തെടുത്തത്. 4 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയുമുള്ള കല്ലാണ് നീക്കം ചെയ്തത്. ഡോക്ടർമാരായ KJ ജീന, ദിവ്യ ഗോപിനാഥൻ, അനസ്തേഷ്യ ഡോക്ടർ VA ശ്യാംകുമാർ, ഡോക്ടർ റഷീദ്, സീനിയർ നഴ്സിംഗ് ഓഫീസർ V ദീപ, നഴ്സിംഗ് ഓഫീസർ സോണിയ മേരി, MA അഞ്ജുമോൾ, പ്രീത ജോൺ എന്നിവരും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ENT സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മംഗല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അനുമോദന സദസ്സ് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. CBSE തന്നെ +2-ൽ 1ാം റാങ്ക് സൗത്ത് ഇന്ത്യയിൽ വാങ്ങിയത് നമ്മുടെ കരിമ്പ പഞ്ചായത്തിലെ വിപിൻദാസാണ്. അപ്പോൾ ഈ 3-4 പ്രത്യേകതകൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട്. ഇന്നിപ്പോൾ നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പോൾ കരിമ്പ പഞ്ചായത്തിൽ ഒരു കുട്ടിക്ക് റാങ്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ മാർക്ക് കിട്ടിയ കുട്ടികളെ അനുമോദിക്കാനാണ്. പരിപാടിയിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് MLA ഉപഹാരം നൽകി ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷനായി. പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ P ഉദയൻ, ജോയിന്റ് ഡയറക്ടർ വിജയലക്ഷ്മി, ലക്ഷ്മി ദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A മല്ലിക, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, CM അബ്ദുൾ റഹ്മാൻ, ER ശശി, KK രാധാകൃഷ്ണൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് സബീന, ബാങ്ക് സെക്രട്ടറി KB സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാർ, SSLC +2-ൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല ഫുട്ബോൾ മത്സരത്തിൽ വടക്കാഞ്ചേരി മേഖലാ ടീം ജേതാക്കൾ. തൃശൂർ കുട്ടനെല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജനീഷ് പാമ്പൂർ ഉദ്ഘാടനം ചെയ്തു. മേത്തെങ്ങാനും കുട്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ വടക്കാഞ്ചേരി വാടാനപ്പള്ളി മേഖലയെ 2 ഗോളിന് തോൽപ്പിച്ചാണ് വടക്കാഞ്ചേരി മേഖല കിരീടം നിലനിർത്തിയത്. തൃശൂർ ജില്ലയിലെ കുട്ടന്നൂർ, വാടാനപ്പള്ളി, കൊടകര മേഖലകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ഷിബു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സ്പോർട്സ് കോർഡിനേറ്റർ ഷിജു പന്തലൂർ നന്ദി അറിയിച്ചു.
ചടങ്ങിൽ വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി, വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി, ടീം മാനേജർ വിനയൻ, അനിൽ, അതുൽ കൃഷ്ണ തുടങ്ങിയവരും ഫുട്ബോൾ ക്യാപ്റ്റൻ രാഹുൽ കല്ലമ്പാറയും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അട്ടപ്പാടിയിൽ വനത്തിനുള്ളിൽ കഞ്ചാവ് തോട്ടം. പാടവയലിൽ നിന്ന് 5.5 കിലോമീറ്റർ അകലെ വനത്തിൽ 30 തടങ്ങളിലായി 400-ലേറെ വരുന്ന കഞ്ചാവ് ചെടികൾ എക്സൈസ് സംഘം വെട്ടിനശിപ്പിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന അന്തർ സംസ്ഥാന ട്രെയിനുകളിൽ പരിശോധന ശക്തമാക്കി. RPF-ഉം എക്സൈസും ജാഗ്രത പുലർത്തുന്നത് ലഹരികടത്ത് വ്യാപകമായ സാഹചര്യത്തിൽ. മാരക മയക്കുമരുന്നായ MDMA-യുമായി പട്ടാമ്പിയിൽ യുവാവ് അറസ്റ്റിൽ. 1000 മില്ലിഗ്രാം MDMA പിടിച്ചെടുത്തു. അറസ്റ്റിലായത് കീഴായൂർ സ്വദേശി പുലാക്കൽ വീട്ടിൽ ഹാരിസ്. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ നെല്ലറക്കാട്, പറക്കാട് പ്രദേശത്ത് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി പ്രവർത്തിക്കുന്ന ക്വാറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ക്വാറിക്ക് മുന്നിൽ ജനപ്രതിനിധികളുടെയും സമരസമിതിയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. പ്രദേശത്തെ 500ഓളം കുടുംബങ്ങൾക്കാണ് ക്വാറിയുടെ പ്രവർത്തനത്തെ തുടർന്ന് ഭീഷണിയാവുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജിനെ തകർച്ചയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് ആരോപിച്ച് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. നിർമ്മാണം പൂർത്തിയായ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ബസ് ടെർമിനൽ ഉദ്ഘാടനം നഗരസഭ ബോധപൂർവം വൈകിപ്പിക്കുകയാണെന്നാരോപിച്ച് പാലക്കാട് നഗരസഭാ കാര്യാലയത്തിലേക്ക് നാഷണൽ ജനതാദൾ പ്രതിഷേധ മാർച്ച് നടത്തി. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് വിശദമായ പരിശോധന ആവശ്യമെന്ന CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കേരളത്തിലാകെ ഇടതുമുന്നണിക്കെതിരെയാണ് ജനവിധിയെന്നും തൃശൂരിൽ മാത്രം അത് BJPക്ക് അനുകൂലമായി വന്നത് എങ്ങനെയെന്നതാണ് പ്രശ്നമെന്നും വത്സരാജ്. തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി. തൃശൂരിൽ കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ ഇടത് സ്ഥാനാർത്ഥിയുടെ തോൽവിക്കിടയാക്കിയെന്നും KK വത്സരാജ്. K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തുടർച്ചയായി 3-ാം ദിവസവും തൃശൂർ DCC ഓഫീസിന് മുന്നിൽ നേതാക്കൾക്കെതിരെ പോസ്റ്ററുകൾ. അനിൽ അക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപണം. മങ്കര കാളികാവ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റെയിൽവേ മന്ത്രാലയത്തിന്റെ പച്ചക്കൊടി. 31.63 ലക്ഷം രൂപ ചെലവിലാണ് മേൽപ്പാല നിർമ്മാണം പൂർത്തീകരിക്കുക. മേൽപ്പാല നിർമ്മാണത്തിന് റെയിൽവേ മന്ത്രാലയം സാമ്പത്തികാനുമതി നൽകിയതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മങ്കര കാളികാവ് പാലക്കാട് റൂട്ടിലെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാവുന്നത്. തൃശൂർ പൂവത്തൂരിൽ ഇരുചക്രവാഹനവും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 19-കാരന് ദാരുണാന്ത്യം. പൂവത്തൂർ സ്വദേശി മുഹമ്മദ് അബുവിന്റെ മകൻ സഫറാണ് മരിച്ചത്. വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇരുചക്രവാഹനം സ്വകാര്യ ബസ്സിനിടയിൽപ്പെടുകയായിരുന്നു. പറളി സ്വദേശി സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ചു. പറളി കടവത്ത് വീട്ടിൽ KM ഹനീഫയുടെ മകൻ 37 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.